അടുത്ത കൊടുങ്കാറ്റെത്തുന്നു. ഇയോവിൻ. സ്കോട്ട്ലൻഡിലും അയർലൻഡിലും വൻ നാശം വിതയ്ക്കുമെന്നാണ് മുന്നറിയിപ്പ്. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന ജാഗ്രതാ നിർദ്ദേശം. ബ്രിട്ടന്റെ ഏതാനും ഭാഗങ്ങളിലും വടക്കൻ അയർലൻഡിലും സ്കോട്ട്ലൻഡിലുമായി മണിക്കൂറിൽ 130 കിലോമീറ്റർ വരെ വേഗതയുള്ള ഇയോവിൻ കൊടുങ്കാറ്റ് വീശുമെന്നാണ് മുന്നറിയിപ്പ്. തീരമേഖലകളിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 4.5 ദശലക്ഷം ആളുകൾക്കാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കൊടുങ്കാറ്റ് എത്തുന്നതിന് മുന്നോടിയായി അപൂർവമായ ഒരു റെഡ് വെതർ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കൊടുങ്കാറ്റ് ബ്രിസ്റ്റോൾ മുതൽ ലണ്ടൻ വരെ അപകടം വരുത്തിയേക്കുമെന്നും അതീവ ജാഗ്രത വേണമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ നൽകിയ മുന്നറിയിപ്പിൽ പറയുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഇയോവിൻ കൊടുങ്കാറ്റ് രൂപം കൊണ്ടിട്ടുള്ളത്. വടക്കേ അമേരിക്കയിൽ നിന്നുള്ള തണുത്ത വായു പ്രവാഹവും മധ്യ അറ്റ്ലാന്റിക്കിലെ ചൂടുവായു പ്രവാഹവും കൂടിക്കലർന്നാണ് ഇയോവിൻ രൂപം കൊണ്ടിട്ടുള്ളത്. അയർലാൻഡിൽ 100 വർഷത്തിനിടെയുണ്ടാകുന്ന ഏറ്റവും മാരകമായ കൊടുങ്കാറ്റാണ് ഇയോവിൻ എന്നാണ് മുന്നറിയിപ്പ്. താമസിക്കുന്ന കെട്ടിടത്തിന് തകരാറുണ്ടെങ്കിൽ മാത്രം മറ്റൊരിടത്തേക്ക് മാറാനായി പുറത്തിറങ്ങാവൂവെന്ന് മുന്നറിയിപ്പ് വ്യക്തമാക്കുന്നു. വ്യാഴാഴ്ചയാണ് ലക്ഷക്കണക്കിന് ആളുകളുടെ മൊബൈൽ ഫോണുകളിലേക്ക് മുന്നറിയിപ്പ് എത്തിയിട്ടുള്ളത്. സ്കോട്ട്ലൻഡിൽ നിന്നും 22 മേഖലകളിലും വടക്കൻ അയർലൻഡിൽ 9 കൗണ്ടികളിലുമായാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാറ്റിൽ പറന്നുയരുന്ന അവശിഷ്ടങ്ങൾ കാരണം ജീവന് ഭീഷണി ഉണ്ടാകാമെന്നും വൈദ്യുതി തടസ്സത്തിനും കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഇതിനെല്ലാം പൊതുജനങ്ങൾ തയ്യാറായിരിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വെള്ളിയാഴ്ച രാവിലെ മുതൽ റെഡ് അലേർട്ട് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ബസ്, ട്രെയിൻ ഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ്. കുട്ടികളുടെ ജീവന് അപകടമുണ്ടാകാതിരിക്കാൻ സ്കൂളുകൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വടക്കൻ അയർലൻഡിൽ നിന്ന് സ്കോട്ട്ലാൻഡിന്റെ മധ്യമേഖലയിലേക്കാണ് ഇയോവിൻ കൊടുങ്കാറ്റ് നീങ്ങിയെത്തുന്നത്. വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ പ്രാബല്യത്തിൽ വരുന്ന റെഡ് അലേർട്ട് കാരണം പൊതുഗതാഗതവും മുടങ്ങും. സാധ്യമാകുന്നിടത്തെല്ലാം പൊതുജനങ്ങൾ വീട്ടിൽ തന്നെ തുടരാൻ നിർദ്ദേശമുണ്ട്. വൈകുന്നേരം 5 മണി വരെയാണ് അലേർട്ട് ഉള്ളത്. സ്കോട്ട്ലാൻഡിന്റെ ചില ഭാഗങ്ങളിൽ വളരെ അപകടകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നും വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. അയർലൻഡിലെ തീരപ്രദേശങ്ങളിൽ കാറ്റിന്റെ വേഗത 125 മൈൽ വരെ എത്തിയേക്കാം. കാറ്റിന്റെ വേഗത ഉയരുന്നതിനാൽ ജീവന് അങ്ങേയറ്റം അപകട സാധ്യതയുണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഐറിഷ് പ്രധാനമന്ത്രി സൈമൺ ഹാരിസ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കി. ബ്രിട്ടനിലും ശക്തമായ കാറ്റ് ഇയോവിനെ തുടർന്ന് അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അയർലൻഡിലെ വടക്കൻ തീരമേഖലയിലെ കാർലോ, കെൽക്കനി, വെൽഫോർഡ്, കോർക്ക്, കെനി, ലംറിക്, വാട്ടർഫോർഡ്, ഗാൽവേ, ക്ലെയർ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 130 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുമെന്നാണ് മുന്നറിയിപ്പിലുള്ളത്. ഇയോവിൻ കൊടുങ്കാറ്റ് വെള്ളി, ശനി ദിവസങ്ങളിൽ രാജ്യത്തെ വിവിധയിടങ്ങളിൽ വീശിയടിക്കുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ഭീതിയിലാണ് ജനങ്ങൾ. എന്നാൽ ഭയമല്ല, നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും സുരക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്താൽ മതിയെന്ന് ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്.